നമസ്കാരം. നാട്ടിൻപുറത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊടുപുഴയിലുള്ള അഥർവ എന്ന ഒരു വയസ്സുകാരന്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. വയസ്സ് ഒന്നേ ഉള്ളുവെങ്കിലും അഥർവിന് മനഃപ്പാഠമാണ് ആകാശങ്ങളും അവയുടെ പേരും രൂപവും വിദേശ രാജ്യങ്ങളുടെ പേരും പതാകയുമെല്ലാം. പതാകകളും ചിഹ്നങ്ങളും നമ്പറുകളുമെല്ലാമായി 500-ലധികം കാർഡുകൾ അഥർവ് തിരിച്ചറിയും. ശകുന്തള ദേവി. ജർമ്മനി എവിടെ? ജർമ്മനിയുടെ ഫ്ലാഗ് ഏതാ? ഇന്ത്യയുടെ ഫ്ലാഗ് എവിടെ? കാണിച്ചേ. എവിടെ ഇന്ത്യയുടെ ഫ്ലാഗ്? അഥർവയ്ക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ മുതലാണ് അമ്മ തീർത്ഥ കുട്ടിക്ക് പരിശീലനം നൽകി തുടങ്ങിയത്. കളിക്കാനുള്ള ആഗ്രഹം കഴിവിലേക്ക് തിരിച്ചുവിടാൻ പരിശീലനം നല്ലതാണെന്ന കൂട്ടുകാരിയുടെ ഉപദേശമാണ് കുട്ടിയെ പരിശീലനത്തിലേക്ക് എത്തിച്ചതെന്ന് തീർത്ഥ പറയുന്നു. പഠിച്ചെടുക്കാൻ അധികം നാളുകൾ വേണ്ടിവരുമെന്ന് കരുതിയവയൊക്കെ ദിവസങ്ങൾ കൊണ്ട് അഥർവ പഠിച്ചെടുത്തു. ഇതോടെ കളി അങ്ങനെ കാര്യമായി. 2 മാസം കൊണ്ട് 50-ലേറെ കാർഡുകളിലെ ചിത്രങ്ങൾ കുട്ടി തിരിച്ചറിയാൻ തുടങ്ങി. ഇതോടെ കൂടുതൽ നന്നായി പരിശീലിപ്പിച്ചു തുടങ്ങി. ഷേപ്സ് ആൻഡ് കളേഴ്സിൽ തുടങ്ങി, പിന്നെ ആനിമൽസ്, ഇൻസെക്ട്സ്, ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിലേക്ക് മാറി മാറി ഇപ്പോ ഏതാണ്ട് 65+ പേഴ്സണാലിറ്റീസ്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ ആദ്യമായിട്ട് അവന് ലോഗോസ് എടുത്തു കൊടുക്കുന്നത്. വെഹിക്കിൾസിന്റെ ലോഗോസ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സോളാർ സിസ്റ്റം, ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോളും അതൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴുള്ള അവന്റെ ഡെവലപ്മെന്റ്സ്. രാജ്യങ്ങളുടെ പതാകയോ കമ്പനികളുടെ ചിഹ്നമോ വ്യക്തികളുടെയോ മൃഗങ്ങളുടെയോ ചിത്രങ്ങളോ കാണിച്ചിട്ട് അവയിൽ നിന്ന് ചോദിക്കുന്നവ തൊട്ട് കാണിക്കുന്നതാണ് സംഗതി. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും കേവലം 1 വയസ്സും 2 മാസവും മാത്രം പ്രായമുള്ള കുട്ടി ഇത്തരത്തിൽ 500-ലേറെ ചിത്രങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് തൊട്ട് കാണിക്കുമെന്നത് അത്ഭുതം തന്നെയാണ്. 65 വ്യക്തികൾ, 16 രാജ്യങ്ങളുടെ പതാകകൾ, ഡോട്ട്സ് കാർഡുകൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ, സൗരയൂഥ ചിത്രങ്ങൾ, അങ്ങനെ പോകുന്നു അഥർവ എന്ന ചാരുവിന്റെ അത്ഭുത ലോകം. അഥർവയുടെ പരിശീലനം അമ്മ തീർത്ഥയും ഇവരുടെ അമ്മ സുമയുമാണ് നടത്തുന്നത്. കുട്ടികളുടെ കഴിവിനെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരും കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നാണ് അഥർവയുടെ മാതാപിതാക്കളായ തീർത്ഥയ്ക്കും സജിത്തിനും പറയാനുള്ളത്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം പൈങ്ങോട്ടൂരിലെ റോഷൻ ബിരുദ വിദ്യാർത്ഥിയാണ്. അതിലപ്പുറം ഒരു ഉഗ്രൻ കർഷകനാണ്. പക്ഷികളെയും മൃഗങ്ങളെയുമാണ് റോഷൻ വളർത്തുന്നത്. 6ാം ക്ലാസ്സിൽ അമ്മ വാങ്ങി നൽകിയ ആട്ടിൻകുട്ടിയെ വളർത്തിയായിരുന്നു തുടക്കം. ഇന്ന് 7 സെന്റ് പുരയിടത്തിലാകെ ആടുകളും പശുക്കളും കോഴികളുമാണ്. പൈങ്ങോട്ടൂർ ശ്രീനാരായണ ഗുരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2ാം വർഷ BSW വിദ്യാർത്ഥിയാണ് റോഷൻ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി റോഷന് നൽകി. പിന്നീട് പക്ഷികളോടും മൃഗങ്ങളോടും റോഷന് വല്ലാത്ത ഇഷ്ടമായി. ഇന്ന് 7 സെന്റ് പുരയിടത്തിൽ 20ഓളം ആടുകളും പശുക്കളും 100 കണക്കിന് വിവിധയിനം കോഴികളും താറാവുകളുമുണ്ട്. രാവിലെയും വൈകിട്ടും ഇവരെ പരിചരിക്കാൻ റോഷനുമുണ്ടാകും. പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ മികച്ച കുട്ടിക്കർഷകനുള്ള പുരസ്കാരവും റോഷൻ നേടിയിട്ടുണ്ട്. തനി നാടൻ കോഴികളുടെ വലിയൊരു സഞ്ചയം തന്നെ റോഷന്റെ കയ്യിലുണ്ട്. ഇവയെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്നുമുണ്ട്. ചെറുപ്പം മുതൽ ഇവിടെ അമ്മച്ചീരി എടുത്തായതുകൊണ്ട് ഇവിടെ ആടും കോഴിയും പശുവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് പിന്നെ അതൊരു ഭയങ്കര ക്രൈസായി, പാഷനായി. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് അമ്മച്ചി പറഞ്ഞ് തന്നതുകൊണ്ട് പിന്നെ അതിലിങ്ങനെ ചെയ്ത് തുടങ്ങി. പഠനത്തിലും മിടുക്കനായ റോഷൻ മികച്ച കർഷകനുമാണെന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജിന്റെ സാക്ഷ്യപ്പെടുത്തൽ. റോഷൻ ഒരു നല്ല കർഷകനാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ റോഷനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത്. നമ്മൾ കാണുന്നത് പോലെ റോഷൻ അവൻ്റെ ചെറുപ്രായത്തിൽ ഇത്രയധികം കൃഷിയോട് പാഷനോട് കൂടി ചെയ്ത് അതൊരു നല്ല വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് റോഷനെക്കുറിച്ച് പറയുന്നത്. അമ്മ വാങ്ങി നൽകിയ ആട്ടിൻകുട്ടിയിൽ തുടങ്ങിയ കൃഷി ഇനിയും വിപുലീകരിക്കാനാണ് റോഷന്റെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. ഇനി ചിത്രകാരന്മാരും ശില്പികളുമായ 2 സഹോദരങ്ങളെ പരിചയപ്പെടാം. ഇവർ തൃശൂരിൽ ഇവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിച്ചു. പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ച ചായക്കൂട്ടുകളാണ് ചിത്രങ്ങൾക്ക് നിറം പകർന്നിരിക്കുന്നത്. ശില്പങ്ങൾ നിർമ്മിച്ചത് ചിരട്ടയിലുമാണ്. താണിക്കുടത്തെ മണ്ണംപിള്ളിൽ നാരായണനും പൊന്നപ്പനും ഒരുക്കിയ വിസ്മയ കാഴ്ചകൾ കണ്ടുവരാം.
ലളിതകലാ അക്കാദമി ഗാലറിയിൽ നിറങ്ങളുടെയും ശില്പഭംഗിയുടെയും നിറവസന്തമായിരുന്നു കഴിഞ്ഞ ദിവസം. കൃത്രിമ ചായങ്ങളില്ലാതെ കുഞ്ചി ഗോവിന്ദം എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രശില്പ വസന്തം കാണാൻ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലേക്ക് നിരവധി പേരാണെത്തിയത്. ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന താണിക്കുടം മണ്ണമ്പള്ളിൽ നാരായണനാണ് ചിത്രകാരൻ. എസ് ജാനകി, മദർ തെരേസ, ഗാന്ധിജി എന്നിവരുടെ ചുവർചിത്രങ്ങളായിരുന്നു ഏറെ ശ്രദ്ധേയം. അനന്തശയനത്തിന്റെ ചുമർചിത്രവും നിരവധി പേരെ ആകർഷിച്ചു. വിസ്മയം തീർക്കുന്ന ചിത്രങ്ങളിലെ ചായക്കൂട്ടുകളെല്ലാം പ്രകൃതിയിൽ നിന്നും ഉള്ളതായിരുന്നുവെന്ന സവിശേഷതയുമുണ്ട്. തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ നടക്കുന്ന ഈ പ്രദർശനത്തിൽ വച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത് അനന്തശായി ചിത്രമാണ്. 2 വർഷത്തെ അധ്വാന ഫലമാണ് ഒരു ചിത്രം. അതായത് പ്രകൃതിദത്ത വർണ്ണങ്ങളായ കാവിച്ചുവപ്പ്, കാവി മഞ്ഞ, കട്ടനീലം, നീലയമരിയുടെ ഇല, വേപ്പിൻ്റെ പശ, പിന്നെ എണ്ണ കത്തിച്ച കരിയാണ് കറുപ്പായിട്ട് ഉപയോഗിക്കുന്നത്. സഹോദരൻ പൊന്നപ്പന്റെ കലാഭിരത് ശില്പങ്ങളിലാണ്. ചിരട്ടയിൽ തീർത്ത നാദസ്വരം, വീണ, ഗാന്ധി പ്രതിമ, ഗണപതി വിഗ്രഹം എന്നിവ ഏറെ ശ്രദ്ധേയമായി. ചിരട്ടയിലുണ്ടാക്കിയ നാദസ്വരം പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഇവർ ഈ നാദസ്വരത്തിൽ സ്വരവിസ്മയവും തീർത്തു. മരത്തിൽ കടഞ്ഞെടുത്ത ധനലക്ഷ്മി, ക്ഷേത്ര മാതൃക, കൃഷ്ണന്റെ വിവിധ ഭാവങ്ങൾ എന്നിവ ശില്പചാരുതയാൽ നിരവധി പേരെ ആകർഷിച്ചു. വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന നാളികേരത്തിൻ്റെ ചിരട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സൃഷ്ടികൾ ചെയ്തിട്ടുള്ളത്. ഗാന്ധിജിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തതൊരു 3 മാസത്തെ അധ്വാനം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. അതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിരട്ടയും അത് ഒട്ടിച്ച് ചേർക്കാനുള്ള പശയും, പിന്നെ ആക്സോ ബ്ലേഡും ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ ഗണപതിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 5 മാസത്തോളം അധ്വാനം വേണ്ടി വന്നു. അതിൽ ഗണപതിയുടെ കൊമ്പ്, അതേപോലെ അതിൽ വേഷ്ടിയിൽ വരുന്ന ബോർഡർ, അതെല്ലാം ചെയ്തിരിക്കുന്നത് കരിക്ക്, അതായത് മൂക്കാത്ത നാളികേരത്തിൻ്റെ ചിരട്ട ഉപയോഗിച്ചിട്ടാണ്. ആ കളർ കോമ്പിനേഷൻ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 2 വർഷം കൊണ്ടാണ് നാരായണൻ അനന്തശയനത്തിന്റെ ചിത്രം തീർത്തത്. അർജുനന്റെ വൈകുണ്ഠ ദർശനമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. നാരായണനും പൊന്നപ്പനും ചെറുപ്പം മുതലേ കലാപ്രവർത്തനങ്ങളിൽ സജീവമാണെങ്കിലും ചിത്രകലയോ ശില്പകലയോ അക്കാദമികമായി പഠിച്ചിട്ടില്ല. സ്വയമേ ആർജിച്ചെടുത്ത കഴിവിലാണ് ഈ കലാരൂപങ്ങൾ പിറന്നത്. ന്യൂസ് 18 തൃശൂർ. ഇനിയൊരു ചിത്രകലാ ക്യാമ്പിന്റെ വിശേഷങ്ങളാണ്. കോന്നി ആനത്താവളത്തിലാണ് കാടകം എന്നു പേരിട്ട ക്യാമ്പ് നടന്നത്. ക്യാൻവാസ് ആർട്ട് ഗ്രൂപ്പ് നടത്തിയ പരിപാടിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 50ഓളം ചിത്രകാരന്മാരും ചിത്രകാരികളും പങ്കെടുത്തു. ചിത്രകലയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാൻവാസ് ആർട്ട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോന്നി ആനത്താവളത്തിൽ ഏകദിന ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 50ഓളം കലാകാരന്മാരും കുട്ടികളും ക്യാമ്പിൽ പങ്കെടുത്തു. കേരളത്തിനകത്തും വിദേശത്തുമായി നിരവധി ചിത്രകലാ ക്യാമ്പുകൾ ക്യാൻവാസ് ആർട്ട് ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ ഇത് ആദ്യമായാണ്. ചിത്രകലയിലെ അനന്ത സാധ്യതകളും ചിത്രരചനാ രീതികളും പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് കാടകം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ലക്ഷ്യം. ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുക. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും ചിത്രകലയ്ക്ക് പൊതുവെ ഒരു പിന്നോക്കാവസ്ഥയുണ്ട്. എന്നാൽ നമ്മുടെ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി എന്നീ സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ഇതിന് സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിലെ നിർഭാഗ്യവശാൽ നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ഈ ചിത്രകലയ്ക്ക് ഒരു പിന്നോക്കാവസ്ഥ നിൽക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനും നമുക്കൊരു ഗാലറി സംസ്കാരം ഇവിടെ ചിത്രകലയ്ക്ക് വേണ്ടി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വൺ ഡേ ക്യാമ്പ്. വനം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിചയസമ്പന്നരായ മുതിർന്ന ചിത്രകാരന്മാർക്കൊപ്പം ചിത്രരചനയിൽ പങ്കെടുത്ത കുട്ടികൾക്കും ക്യാമ്പ് വേറിട്ട അനുഭവമായി മാറി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പിന് വരുന്നത് തന്നെ. അപ്പം ഇങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റിനെ കാണുന്നതും അവരുടെ മെത്തേഡ്സ് ആൻഡ് സ്റ്റൈൽസ് കാണുന്നത് ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ക്യാമ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനത്തിന് വെക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെ നാട്ടിൽ നിറയെ തോടുകളും ജലാശയങ്ങളുമുണ്ട്. പലതും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ട് നാശോന്മുഖമാണ്. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോടിന് പുനർജന്മം നൽകിയിരിക്കുകയാണ് തൃശൂർ മറ്റത്തൂർ പഞ്ചായത്ത്. ബണ്ടിടിഞ്ഞും കുളവാഴകൾ നിറഞ്ഞും നീരൊഴുക്ക് നിലച്ച വെള്ളിക്കുളം തോടാണ് വീണ്ടെടുത്തത്. ഇതോടെ മറ്റത്തൂരിലെ കർഷകർക്ക് ജലലഭ്യതയ്ക്ക് കൂടിയാണ് വഴിതെളിഞ്ഞത്. തൃശൂരിന്റെ മലയോരത്തെ കാർഷിക മേഖലയായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രധാന ജലസ്രോതസ്സാണ് വെള്ളികുളം വലിയ തോട്. പഞ്ചായത്തിൽ 19 കിലോമീറ്റർ നീളത്തിലാണ് ഈ തോട് ഒഴുകുന്നത്. സമീപത്തുള്ള കോടശ്ശേരി പഞ്ചായത്തിൽ ഉത്ഭവിച്ച് മറ്റത്തൂരിലെ വാസുപുരത്ത് വെച്ച് കുറുമാലിപ്പുഴയിലാണ്
വെള്ളികുളം തോട് ചേരുന്നത്. മറ്റത്തൂരിലെ ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും കൃഷി ഇറക്കുന്നത് തോട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചാണ്. കുടിവെള്ള പദ്ധതികളും ചെറുകിട ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നതും വെള്ളിക്കുളം തോട്ടിൽ പലയിടത്തായി നിർമ്മിച്ചിട്ടുള്ള ക്രോസ് ബാറുകളിൽ സംഭരിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. ഈ തോട് ബണ്ടിടിഞ്ഞും കുളവാഴകളും മരങ്ങളും തിങ്ങി വളർന്നും ദീർഘകാലമായി നാശോന്മുഖമായിരുന്നു. നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ജീവനാഡിയായ വലിയ തോടെന്ന് പേര് മാത്രമേ എത്ര കാലം ഉണ്ടായിരുന്നുള്ളൂ. ആ വലിയ തോടിനെ വലിയ തോടാക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തു തുടർന്നിടത്തോളം ഏരിയ വളരെ വൃത്തിയായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല വിസ്തൃതമായിട്ടുണ്ട്. ഈ വർഷകാലത്ത് സുഖമായിട്ട് വെള്ളം ഒഴുകി പോകുന്നതിന് തെളിനീരൊഴുകുന്ന നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തെളിനീരൊന്ന് ഒഴുക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലം ഇവിടെ കണ്ടു തുടങ്ങി. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയും യന്ത്രം ഉപയോഗിച്ച് ചെളിയും മണ്ണും കുളവാഴകളും മറ്റും നീക്കം ചെയ്തുമാണ് വലിയ തോടിനെ വീണ്ടെടുക്കുന്നത്. പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ പാടങ്ങളും സമീപത്തെ കൃഷിത്തോട്ടങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ തോട് നവീകരിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങിയെങ്കിലും മഴ ആരംഭിച്ചതിനാൽ നടന്നില്ല. ന്യൂസ് 18 മറ്റത്തൂർ. എല്ലാ നാടിനും അത്യാവശ്യമാണ് കളിക്കളങ്ങളും മൈതാനങ്ങളും. കാസർഗോഡ് വലിയ പറമ്പുകാരുടെ വലിയൊരു സ്വപ്നമായിരുന്നു നാട്ടിൽ ഒരു സ്റ്റേഡിയം എന്നത്. ഒടുവിൽ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബീച്ചാരക്കടവിലെ സൂപ്പർ സോക്കർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. വലിയ പറമ്പിലെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷങ്ങളിലൊന്നാണ് ഫുട്ബോൾ സ്റ്റേഡിയം. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ ബീച്ചാരക്കടവ് സൂപ്പർ സോക്കർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിലൂടെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ക്ലബ്ബ് സ്വന്തമായി വാങ്ങിയ ഒരേക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുക. നാട്ടുകാരിൽ നിന്നും പ്രവാസികളിൽ നിന്നും ക്ലബ്ബ് പ്രവർത്തകരിൽ നിന്നും തുക സമാഹരിച്ചുകൊണ്ടാണ് നിർമ്മാണം. സ്റ്റേഡിയം പ്രവൃത്തി ഉദ്ഘാടനം വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ നിർവഹിച്ചു. നമ്മുടെ ഈ ഭരണസമിതി വന്ന ശേഷം പ്രത്യേകം സ്ഥലം കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേഡിയം നിർമ്മാണം നടത്തണം എന്ന ആശയവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആരെയും കാത്തു നിൽക്കാതെ ഫുട്ബോളിനെ പ്രാണവായുവിനെ പോലെ സ്നേഹിക്കുന്ന സൂപ്പർ സോക്കറിന്റെ ഉശിരായിട്ടുള്ള പ്രവർത്തകർ അവർ മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. ഒരു ക്ലബ്ബ് പ്രവർത്തകർ ഒരു ഗ്രൗണ്ട്, ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമെടുത്ത് അങ്ങനെ അവർ ഈ പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയാണ്. നീലേശ്വരം ബ്ലോക്ക് മെമ്പർ കെ അനിൽകുമാർ, വാർഡ് മെമ്പർ ഖാദർ പാണ്ഡ്യാല, കെ പി ഷുക്കൂർ ഹാജി, ഷെരീഫ് മാടാപ്പുറം എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മികച്ച ഫുട്ബോൾ കളിക്കാർ ഉള്ള വലിയ പറമ്പ ദ്വീപിൽ മെച്ചപ്പെട്ട പരിശീലന സൗകര്യം ലഭ്യമാക്കിയാൽ കൂടുതൽ പ്രതിഭകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്ലബ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 വലിയ പറമ്പ. കൊച്ചിയിലൊരു കൃഷിവീടുണ്ട്. നഗരത്തിരക്കിന് നടുവിൽ മട്ടുപ്പാവിൽ മാവും പ്ലാവും നാരകവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു വീട്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഫലസസ്യങ്ങളാണ് മട്ടുപ്പാവിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. വേനൽക്കാലത്ത് നാടാകെ ചുട്ടുപൊള്ളുമ്പോൾ ഈ വീടകമാകട്ടെ കുളിർമയാണെന്ന പ്രത്യേകതയുമുണ്ട്. ആ വരുന്നതാണ് സരസ്വതി അമ്മ. വീട്ടിലെ ആവശ്യത്തിനായി ചെറുനാരങ്ങ പറിക്കാനുള്ള വരവാണ്. ഏറെ പഴുക്കാത്തതാണെങ്കിലും വീട്ടിൽ വളർത്തുന്നതായതിനാൽ കുഴപ്പമില്ല. കൈയെത്തിച്ചു പറിക്കാൻ പാകത്തിൽ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളുമായി അങ്ങനെ പലതുണ്ട് വീടിന്റെ മട്ടുപ്പാവിൽ. 3 ഇനം മാവുകൾ, അത്ര തന്നെ നാരകം, പ്ലാവ്, വേപ്പ്, തെങ്ങ്, പടവലം, പീച്ചിൽ, പാവൽ, വഴുതന, ചേമ്പ്, മുളക്. ലിസ്റ്റ് വളരെ നീണ്ടതാണ്. വലിയ മരങ്ങൾക്ക് 1/4 നൂറ്റാണ്ടോളം പ്രായമുണ്ട്. ഭർത്താവ് പരമേശ്വരനൊപ്പം വൈറ്റിലയിൽ വീട് വയ്ക്കുമ്പോൾ തന്നെ കൃഷിക്കായുള്ള ആസൂത്രണവും തുടങ്ങി. സാധാരണ വീട് വയ്ക്കുമ്പോഴല്ല ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് കമ്പി കൂടുതലിട്ട് ചെയ്തിരിക്കുന്നു. ഒരു 10% കമ്പി കൂടുതലിട്ടിട്ടുണ്ട് വാർക്കുന്നത്. പിന്നെ വാർത്ത് കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ നിർത്തി പരിക്കം തേച്ച് സിമൻറ്റ് ചാന്തി ചെയ്തു. നമ്മുടെ മുറിയുടെ അകം സിമൻറ്റ് വയ്ക്കില്ല, അതുപോലെയൊക്കെ ചെയ്തു. അത്ര ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഓർഡർ കൊണ്ട് ഇഷ്ടികയും കെട്ടി, ഒരു വരി ഇഷ്ടിക കെട്ടി, പിറ്റേ ദിവസം നമ്മൾ വെള്ളം നിറച്ചു. 2 ആഴ്ച നമ്മൾ വെള്ളം നിറച്ചു. അത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഭർത്താവിന്റെ മരണത്തിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തോളമായി സരസ്വതി അമ്മയും മകനുമാണ് കൃഷി പരിപാലിക്കുന്നത്. കൂടുതൽ സമയം കൃഷിയിൽ ചെലവഴിച്ചാൽ മാത്രമേ വിജയകരമാകൂവെന്ന് സരസ്വതി അമ്മ പറയുന്നു.
നമ്മളെ മക്കളെ പോലെ അതുങ്ങളെ സ്നേഹിച്ച് അതുങ്ങൾക്ക് വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്നുമില്ല, നമുക്ക് 2 പച്ചമുളകെങ്കിലും പറിക്കാം. പച്ചമുളകിലാണ് ഇപ്പോൾ വിഷം കൂടുതൽ, അതെങ്കിലും നമുക്ക് പറിച്ചെടുക്കാം. ഒരു വേപ്പിലയും പച്ചമുളകാണ് കൂടുതൽ വിഷം, നമുക്കതെങ്കിലും നടാമല്ലോ. ടെറസിൽ പ്രത്യേക കളങ്ങളുണ്ടാക്കി അതിൽ മണ്ണ് നിറച്ചുള്ള കൃഷി വിജയകരമാണെന്നും ഇതുമൂലം വീടിന് ഒരു ദോഷവുമില്ലെന്നുമാണ് ഇവരുടെ അനുഭവം. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ചൂടുകാലമാണെന്നുള്ളതൊന്നും കൊല്ലം പുനലൂർ കോട്ടവട്ടത്തെ വിക്രമനൊരു പ്രശ്നമേയല്ല. സമ്മിശ്ര കൃഷിയിലൂടെ 100 മേനി വിളയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. വേനലിന്റെ തുടക്ക സമയത്ത് നട്ട പച്ചക്കറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വിളവെടുത്തു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പുനലൂർ. കടുത്ത ചൂടിനെ അവഗണിച്ചും കൃഷിയിൽ നേട്ടം കൊയ്തിരിക്കുകയാണ് കോട്ടവട്ടം സ്വദേശിയായ വിക്രമൻ. വേനലിന്റെ തുടക്കത്തിലാണ് പച്ചക്കറി തൈകൾ നട്ടത്. വിവിധയിനം പയറുകൾ, നിത്യവഴുതന, വെണ്ട, ചേമ്പ്, കാച്ചിൽ, ചീര, പാവയ്ക്ക, പച്ചമുളക്, മുരിങ്ങ തുടങ്ങിയ സമ്മിശ്ര കൃഷിയാണ് നടത്തിയത്. കാന്താരി, മുന്നമുളക് എല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണ്. സമ്മിശ്രമായിട്ടുള്ള കൃഷിയാണ് ചെയ്തത്. ഇത് വളരെ വിജയകരമായി. വേനലിന്റെ കാഠിന്യം തടയാൻ ഓല കൊണ്ട് പന്തലുണ്ടാക്കി അതിനുള്ളിലാണ് വിത്തുപാകിയത്. വളരാൻ സാധ്യതയില്ലെന്ന് പലരും പറഞ്ഞിട്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങുകയായിരുന്നു. കൃഷിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തി. ഇലകളിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു നൽകി പ്രകൃതിദത്ത വളവും ഉപയോഗിച്ചു. ഇപ്പോൾ എല്ലാം വിളവെടുപ്പിന് പാകമായി. നട്ടുപിടിപ്പിച്ച കൃഷിയിൽ ഒന്നുപോലും പാഴാകാതെ വിജയം കൊയ്ത സന്തോഷത്തിലാണ് കർഷകൻ. ന്യൂസ് 18 പുനലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജിഞ്ചർ പാർക്ക് കേരളത്തിലാണ്. കോഴിക്കോട്ട് പന്തീരങ്കാവിലുള്ള മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ജിഞ്ചർ വാലിയിൽ 1500-ലധികം തരം ഇഞ്ചികളാണുള്ളത്. ഇന്ത്യയിലെമ്പാടുമുള്ള ഒട്ടുമിക്ക ഇഞ്ചി ഇനങ്ങളും ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇഞ്ചി ശേഖരമുള്ളത് ഇവിടെയാണ്. 300-ലധികം ഇനങ്ങളിലാണ് 1500 ഇഞ്ചി വകഭേദങ്ങൾ ഇവിടെ കാണപ്പെടുന്നത്. ഇഞ്ചി, വാഴ, ഹെലിക്കോണിയ, ബേഡ്സ് ഓഫ് പാരഡൈസ്, തെസ്പൈരൽ ജിഞ്ചർ തുടങ്ങി 8 സസ്യകുടുംബങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ജിഞ്ചർ വാലി. കാട്ടുവാഴ മുതൽ ബിലാത്തിക്കുവ വരെ ഉൾപ്പെടുന്ന ജിഞ്ചർ ഫാമിലി. അരുണാചൽ പ്രദേശ് ചൈന അതിർത്തിയിൽ നിന്ന് കണ്ടെത്തിയ ബട്ടർഫ്ലൈ ജിഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന മെച്ചുകാനം, അമോമം നിക്കേയൻസ്, അമോമം അരുണാചൽസ്, അമോമം റിവാച്ചി എന്നിവ ഇവിടെ സമൃദ്ധമായി വിളയുന്നുണ്ട്. ഇന്ത്യയിലെമ്പാടുമുള്ള കാട്ടു ഇഞ്ചികളുടെയും വാഴകളുടെയും കാഴ്ചകളാണ് ജിഞ്ചർ വാലിയുടെ പ്രത്യേകത. ഗ്രൂപ്പ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഇവിടെയുണ്ട്. അതായത് വാഴ തൊട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി നമ്മൾ കഴിക്കുന്ന ഇഞ്ചി, ആ ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലിയാണ്. അവസാനിക്കുന്നത് നമ്മുടെ കൂവ എന്ന് പറയുന്ന ബ്ലാത്തി കൂവ വരുന്ന ആ ഒരു ഡിഫറെൻറ്റ് ഫാമിലീസാണ്. നമുക്ക് ഏകദേശം ഒരു 300ഓളം സ്പീഷീസുകൾ ഇവിടെയുണ്ട്. 45 ഏക്കറോളം വിസ്തൃതിയുള്ള പന്തീരങ്കാവിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ജിഞ്ചർ വാലിയാണ് വേറിട്ട കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഇഞ്ചികളുടെ ഇലകളും ചെടികളും ഗന്ധവുമാണ് ജിഞ്ചർ വാലിയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനിയൊരു സഹജീവി സ്നേഹവായ്പിന്റെ കഥയാണ്. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകൾക്ക് സഹായവുമായി ഒരു കൂട്ടം കുട്ടികളെത്തി. തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ച 7.5 ലക്ഷം രൂപ ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകൾക്ക് പോഷകാഹാരം എത്തിക്കാനായി കൈമാറിയത്. അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും ചേർത്ത് പിടിച്ച ഒരു പറ്റം വിദ്യാർത്ഥികൾ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവർ അമ്മത്തൊട്ടിൽ സന്ദർശിച്ചിരുന്നു. അന്ന് മനസ്സിൽ തോന്നിയ ആശയം നടപ്പാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഈ കുട്ടികൾ. കാർണിവൽ നടത്തിയും കേക്കുണ്ടാക്കിയും അവർ സമ്പാദിച്ചു കൂട്ടിയത് 7.5 ലക്ഷം രൂപയാണ്. നമ്മൾ ഹോസ്റ്റൽ പിള്ളേർ തന്നെ നമ്മൾ പല സ്ഥലങ്ങളായിട്ട്, ഇപ്പോൾ ടെക്നോ പാർക്കിലാവട്ടെ, ബീച്ചിലാവട്ടെ, പല സ്ഥലങ്ങളിലായിട്ട് പോയി നമ്മൾ ടിക്കറ്റ് സെല് ചെയ്തിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോഴും
പബ്ലിക് തന്നെ ഒരു വലിയൊരു സപ്പോർട്ടായിരുന്നു. നമുക്ക് നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ടിക്കറ്റ് നമ്മളെ കൊണ്ട് സെല് ചെയ്യാൻ പറ്റുമെന്നും പിന്നെ ഇത്രയും ധനം നമ്മളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെന്നും. എന്നാൽ ഇതെല്ലാം ചെയ്ത് നമുക്ക് വളരെയധികം നന്ദി അറിയിക്കാനുണ്ട് നമ്മുടെ സ്കൂളിനോട്. അമ്മത്തൊട്ടിലെ കുരുന്നുകൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാനുള്ള തുക മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ അവർ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. 20 വർഷം പിന്നിടുന്ന തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആഹ്ലാദ നിമിഷമാണിതെന്ന് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സപ്നു ജോർജ് പറഞ്ഞു. ഞങ്ങൾ തന്നെ വിചാരിച്ചില്ല ഇത്രയും ഉണ്ടാവുന്ന, അവരുണ്ടാക്കിയാണ്. ബേക്ക് സെയിലിലൂടെയും അനാഥാലയങ്ങളിൽ കേക്കുകൾ എത്തിച്ചു കൊടുത്തും വീടുകളിൽ ഉള്ളവരെ പേരൻസിനെ ഇൻവോൾവ് ചെയ്യിച്ചും വളരെ നന്നായിട്ട് നടത്തിയ ഒരു കാർണിവലായിരുന്നു. സോ താങ്ക്സ് ടു ദി സ്റ്റുഡന്റ് കൗൺസിൽ ആൻഡ് ദ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ദാറ്റ്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട്ടെ ശില്പിയാണ് കേശവൻ കോതൂളി. 35 വർഷമായി കലാരംഗത്തെ സജീവ സാന്നിധ്യമായ കേശവൻ നിരവധി ക്ഷേത്രങ്ങളിലും വീടുകളിലും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഒരുക്കുന്നത്. ദാരുശില്പങ്ങൾ, ചുമർ ചിത്രങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിൽ വിദഗ്ധനാണ് കേശവൻ കോതൂളി. കൊത്തുപടികൾക്കൊപ്പം തന്നെ ചിത്രമെഴുത്തും തപസ്യയാക്കിയ കലാകാരനാണ് ഇദ്ദേഹം. കളിയാട്ടക്കാലമായാൽ കേശവന് പിന്നെ വിശ്രമമില്ല. ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ശില്പങ്ങളും ചിത്രങ്ങളും തയ്യാറാക്കുകയും പഴയവ പുതുക്കി നൽകുകയും ചെയ്യും. മുഖയാമങ്ങളുടെയും ചുമർ ചിത്രങ്ങളുടെയും ജോലിയാണ് കൂടുതലും. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ രവി പീലിക്കോടാണ് ഗുരു. കഴിഞ്ഞ 35 വർഷത്തോളമായി ചിത്രരചനയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തു വരുന്നു. ക്ഷേത്ര സംബന്ധിയായ ക്ഷേത്ര മുഖായാമ പെയിന്റുകൾ, ക്ഷേത്ര ചുമർ ചിത്രങ്ങൾ, ക്ഷേത്രത്തിന് ആവശ്യമായ പീഠം, പള്ളിപ്പീഠം, കൂടാതെ കലശത്തട്ട്, തുലാഭാരത്തട്ട്, കൂടാതെ മറ്റ് അലങ്കാര പണികളൊക്കെ ചെയ്തു വരുന്നു. കളിയാട്ടത്തിന് മുന്നോടിയായി കാലിക്കടവ് കരിക്കക്കാവിലെ പെയിന്റിംഗ് ജോലികൾ ചെയ്തു തീർക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇദ്ദേഹം. മകൻ അഖിലും അച്ഛന്റെ പാത പിന്തുടർന്ന് കലാരംഗത്തുണ്ട്. ന്യൂസ് 18 പീലിക്കോട്. കലാകാരന്മാർക്ക് പിന്തുണ നൽകാൻ തുടങ്ങിയ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് എന്നും നടത്തിയിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കലാമേള നടന്നു. സൂര്യ സംഗീതവും മഹ്ഫിലും എല്ലാം ചേർന്ന് ആകെ ഒരു സംഗീതാരവമായിരുന്നു അരങ്ങിലെത്തിയത്. ആ കാഴ്ചകളോടെ ഈ ലക്കം നാട്ടിൻപുറം പൂർണ്ണമാകുന്നു. കലാകാരന്മാർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ സംഗീതം, നൃത്തം, നാടകം, നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ എന്നിവയാണ് അവതരിപ്പിക്കുന്നത്. കലാപൈതൃകം സംരക്ഷിക്കുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം. വിനോദസഞ്ചാരികൾക്ക് വാരാന്ത്യത്തിൽ നല്ല കലാവിരുന്നാകും ഇതെന്നാണ് സംഘാടകർ കരുതുന്നത്. സർഗാലയ സന്ദർശിക്കുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവിധ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാനുള്ള നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം സർഗസന്ധ്യയിൽ ഭജനിൽ സൂര്യഗായത്രിയുടെ സൂര്യസംഗീതം അരങ്ങേറി. തുടർന്ന് സിയാഫ് ബർദാന്റെ മെഹ്ഫിൽ രാവും നടന്നു. രാജ്യത്തെയും പുറത്തെയും വിവിധ കലാപരിപാടികൾ കാണാനുള്ള അവസരമാണ് സർഗസന്ധ്യയിലൂടെ ലഭിക്കുന്നത്. ന്യൂസ് 18 വടകര.